ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ച് മന്ത്രി പങ്കെടുക്കുന്ന പരിപാടിക്ക് ആളെ കൂട്ടാൻ വിദ്യാർത്ഥികൾ. നെടുങ്കണ്ടം പഞ്ചായത്ത് സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനത്തിനായി കല്ലാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1000 കുട്ടികളെ പങ്കെടുപ്പിക്കാനാണ് തീരുമാനം. അടുത്ത മാസം 3-നാണ് കായിക മന്ത്രി പങ്കെടുക്കുന്ന പരിപാടി. പാഠ്യേതര ആവശ്യങ്ങൾക്ക് വിദ്യാർത്ഥികളെ ഉപയോഗിക്കരുത് എന്ന ഹൈക്കോടതി ഉത്തരവ് നിലനിൽക്കെയാണ് ഈ തീരുമാനം. നെടുങ്കണ്ടം സ്റ്റേഡിയം ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് കായിക മന്ത്രി വരുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് സ്കൂളിൽ നിന്നും ട്രാക്ക് യൂണിഫോം തയ്യാറാക്കണമെന്ന് പറഞ്ഞ് ട്രാക്ക് സ്യൂട്ട് തയ്യാറാക്കണമെന്ന് ഇന്നലെ ഇനി അതുമായിട്ട് കുട്ടികൾ എന്ന് പറയുന്നുണ്ടായി. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് 2 കുട്ടികളാണ് സ്കൂളിൽ പഠിക്കുന്നത്. എന്നാൽ പല വീട്ടിലും 3-4 കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഇത് പെട്ടെന്നൊരു പേരൻസിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും സാമ്പത്തികം കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. തലേ ദിവസം എന്ന് പറഞ്ഞാൽ 3-4 ദിവസം കൊണ്ട് ഇത്രയും തുക കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ബുദ്ധിമുട്ട് തന്നെ, എല്ലാ കുടുംബാംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. അതുകൊണ്ട് ഇങ്ങനെയുള്ള പെട്ടെന്നുള്ള തീരുമാനങ്ങളൊക്കെ നമ്മൾ പിൻവലിച്ച് നമ്മുടെ പേരൻസിനും അല്ലെ കുടുംബാംഗങ്ങൾക്കൊക്കെ സപ്പോർട്ടായിട്ട് വേണം സ്കൂള് ഗവൺമെന്റ് മുന്നോട്ട് പോകുവാനായിട്ട്. സാധാരണക്കാരൻ്റെ കുട്ടികൾക്ക് ഇപ്പോൾ ഈ സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്ന ഈ സമയത്ത് 1000 രൂപ മുടക്കാനോ അല്ലെങ്കിൽ 750 രൂപ മുടക്കി ട്രാക്ക് സൂട്ട് മേടിച്ച് ഈ ഒരു പരിപാടിയിലേക്ക് പങ്കെടുക്കുന്നതിന് വേണ്ടി മുടക്കുക എന്ന് പറയുന്നത് പ്രായോഗികമായി ബുദ്ധിമുട്ടാണ്. ഇത് കുട്ടികളുടെ രക്ഷിതാക്കളുടെ തലയിൽ അടിച്ചേൽപ്പിക്കുന്നത് നടപടിയെ ശരിയല്ല എന്നതാണ്. കുട്ടികളെ ഒന്നുകിൽ സ്കൂൾ യൂണിഫോമിൽ അല്ലെങ്കിൽ അവരുടെ വീട്ടിലുള്ള ഡ്രസ്സിൽ ആ ദിവസം കൊണ്ടുവരുന്നതിന് നമുക്ക് യാതൊരു ആക്ഷേപവുമില്ല. കാരണം അത് പങ്കെടുപ്പിക്കേണ്ട ഒരു കായിക ആവശ്യത്തിനുള്ള ഒരു സ്റ്റേഡിയമാണ്. അപ്പോൾ അത് കുട്ടികളെ പരിചയപ്പെടുന്നതിനോ കൊണ്ടുവരുന്നതിനോ അല്ലെങ്കിൽ ആ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനോ ബുദ്ധിമുട്ടില്ല. പക്ഷേ അതിൻ്റെ പേരിൽ ഒരു വലിയ സാമ്പത്തിക ബാധ്യത രക്ഷിതാക്കളിൽ അടിച്ചേൽപ്പിക്കുന്നത് ശരിയല്ല എന്നാണ് ഞങ്ങൾ. ജെയിനിസ് രാജുണ്ട് വിവരങ്ങളുമായി. ജെയിൻ, കുട്ടികളെ ഇത്തരം ചടങ്ങുകൾക്ക് പങ്കെടുപ്പിക്കരുത് എന്ന് ഹൈക്കോടതി ഉത്തരവ് നിലനിൽക്കെയാണ് ഇത്തരത്തിൽ ഒരു നീക്കം ഉണ്ടായിരിക്കുന്നത്. സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഇതിന് എന്തെങ്കിലും ഒരു വിശദീകരണമുണ്ടോ? മോത്തി, ഇതിനകത്ത് 2 പ്രശ്നങ്ങളാണ് ഉള്ളത്. ഒന്ന്, ഹൈക്കോടതിയുടെ ഉത്തരവ് പൂർണ്ണമായും ലംഘിച്ചു. കരിക്കുലം ആക്ടിവിറ്റീസിനല്ലാതെ കുട്ടികളെ പങ്കെടുപ്പിക്കാൻ പ്രിൻസിപ്പളിനോ അല്ലെങ്കിൽ ഹെഡ് മാസ്റ്റർക്കോ PTA-ക്കോ അധികാരമില്ല എന്നുള്ളതാണ് ഹൈക്കോടതി ഉത്തരവിട്ടത്. ഈ കേസിന്റെ പശ്ചാത്തലം നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളെ ഇത്തരം പരിപാടിയിൽ നവകേരള സദസ്സിൽ പങ്കെടുപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കേസിലായിരുന്നു ഹൈക്കോടതിയുടെ ഈ നിർദ്ദേശം. ഈ നിർദ്ദേശം നിലനിൽക്കെയാണ് മന്ത്രി പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ ആളെ കൂട്ടുന്നതിന്റെ ഭാഗമായി പ്രത്യേക പരേഡുകൾ ഈ കുട്ടികളെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ ഇപ്പോൾ നീക്കം നടത്തിയിരിക്കുന്നത്. 1000 കുട്ടികളെ പങ്കെടുപ്പിക്കാനാണ് തീരുമാനം. ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ സ്കൂളാണ് കല്ലാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. അത് മുണ്ടിയെരുമയിലാണ് പ്രവർത്തിക്കുന്നത്. ആ സ്കൂളിനോട് തൊട്ടടുത്ത് അല്ലെങ്കിൽ കുറച്ച് ദൂരെയാണ് ഈ സ്റ്റേഡിയം ഉള്ളത്. പഞ്ചായത്ത് വക സ്റ്റേഡിയമാണിത്. ഇതിൽ പങ്കെടുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. അതിനു പുറമെ ഇപ്പോൾ ഈ അധ്യയന വർഷം ഏതാണ്ട് അവസാനിക്കാറായിരിക്കുന്നു. ഇനി 2-3 മാസം മാത്രമേ അധ്യയനമുള്ളൂ. ആ ഘട്ടത്തിൽ ഒരു പുതിയ യൂണിഫോം കൂടി കുട്ടികൾക്ക് മേൽ അല്ലെങ്കിൽ രക്ഷിതാക്കൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുകയാണ്. അത് ഈ മന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിൽ വേണ്ടിയിട്ടാണ് ട്രാക്ക് സൂട്ട് എന്ന പുതിയ പരിഷ്കാരം കൊണ്ടുവന്നിരിക്കുന്നത്. 10ാം ക്ലാസ് മുതൽ അല്ലെങ്കിൽ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് പുതിയ യൂണിഫോം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു തീരുമാനം PTA എടുത്തിരിക്കുന്നു. അതനുസരിച്ച് 350 രൂപ ഓരോ കുട്ടിയുടെയും രക്ഷിതാക്കൾ നൽകണം. അത് മന്ത്രി പങ്കെടുക്കുന്ന പരിപാടിക്ക് മുൻപായി ആ പണം നൽകി യൂണിഫോം തയ്യാറാക്കണം എന്നുള്ളതാണ് നിർദ്ദേശം. സ്കൂൾ തന്നെയാണ് യൂണിഫോം അല്ലെങ്കിൽ ട്രാക്ക് സൂട്ട് വിതരണം ചെയ്യുന്നത്. അതായത് ഈ മന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഈ ട്രാക്ക് സൂട്ട് എന്ന പരിഷ്കാരം കൂടി കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം, ഹൈറേഞ്ച് മേഖലയാണ്, തോട്ടം മേഖലയാണ്. അതിലധികമോ കുട്ടികൾ ഈ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കുട്ടി 350 രൂപ മാത്രം ചെലവാക്കുക. അതിൽ കൂടുതൽ കുട്ടികൾ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ അത് 350, 700, 750, 1000-ന് മേളിലേക്കൊക്കെ ഓരോ കുടുംബത്തിന് പെട്ടെന്ന് അധിക ബാധ്യതയായിട്ട് വരുന്നുണ്ട്. അപ്പൊ ആ സാമ്പത്തിക പ്രതിസന്ധി കൂടിയാണ് രക്ഷിതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത്. ഇത് തീർച്ചയായിട്ടും നിലവിലുള്ള അല്ലെങ്കിൽ ഹൈക്കോടതി ഉത്തരവിനും അതോടൊപ്പം തന്നെ സാമാന്യ നീതിക്കും വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. ശരി ജെയിൻ.